എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. തമിഴ്നാട്ടിലെ അതിപ്രസിദ്ധമായ തിരുച്ചെന്തൂർ മുരുക ഭഗവാന്റെ വിഗ്രഹം മോഷ്ടിക്കപ്പെടുകയും പിന്നീട് അത് പുനഃസ്ഥാപിച്ചതായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു കഥ കേട്ടിട്ടുള്ളവർ അത് യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് എന്താണ് ആ ഒരു ചരിത്രമെന്ന് നോക്കാം. സ്വർണം കൊണ്ട് നിർമ്മിതമായ അതിമനോഹരമായ തിരുച്ചെന്തൂർ മുരുക ഭഗവാന്റെ വിഗ്രഹം ഡച്ചുകാർ മോഷ്ടിക്കാനായി പരിശ്രമം നടത്തിയിരുന്നതായിട്ടാണ് പറയുന്നത്. അർദ്ധരാത്രിയിൽ തന്നെ ഒരു മരത്തോണിയിൽ കയറ്റിക്കൊണ്ടു പോകാനായിട്ടാണ് ഡച്ചുകാർ ശ്രമിച്ചത്. കുറേ ദൂരം തോണി പോയപ്പോഴേക്കും കടൽ ശോഭിക്കാൻ തുടങ്ങി. കാറ്റും കോളും മൂലം തോണിയുടെ നിയന്ത്രണം വിടുകയും ഇത് കണ്ട് പരിഭ്രാന്തരായ ഡച്ചുകാർ തോണിയിലുണ്ടായിരുന്ന മുരുക ഭഗവാന്റെ വിഗ്രഹത്തെ എടുത്ത് കടലിലേക്ക് എറിയുകയാണ്. തെൻപാണ്ഡ്യ രാജ്യം ഭരിച്ചു പോന്നിരുന്നത് മധുര നായ്ക്കൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിരുന്നു വടമലയപ്പൻ പിള്ള. അദ്ദേഹവും തീവ്ര മുരുക ഭക്തനായിരുന്നു. വിഗ്രഹം നഷ്ടപ്പെട്ടതറിഞ്ഞ് വടമലയപ്പൻ പിള്ള വളരെയധികം ദുഃഖിതനായി കാണപ്പെട്ടു. അന്നു രാത്രി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മുരുക ഭഗവാൻ താൻ കടലിൽ എവിടെയാണുള്ളതെന്ന് അടയാളം കാണിച്ചു കൊടുത്തു. അതുപ്രകാരം വടമലയപ്പനും പരിവാരങ്ങളും വിഗ്രഹം വീണ്ടെടുത്തുവെന്നാണ് ചരിത്രം. ഇത്തരം ജ്യോതിഷപരമായ കഥകൾക്കും അറിവുകൾക്കുമായി ആസ്ട്രോദീപം കാണണേ. അടുത്ത കഥകളും കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.